രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥതയിലും പരിപാലനത്തിലും വഖഫ് ബോർഡുകളുടെ ഘടനയിലും വലിയ മാറ്റങ്ങളാണ് ഭേദഗതി ബില്ലിൽ ശുപാർശ ചെയ്യുന്നത്. മുസ്ലിം ഇതര അംഗങ്ങളെയും വനിതകളെയും വഖഫ് കൗൺസിലിലും ബോർഡുകളിലും ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള നിർണായക നിർദ്ദേശങ്ങളുമായാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ എത്തിയത്. ദാനമായും അല്ലാതെയും ലഭിച്ച സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനവും നടത്തിപ്പിനുമുള്ള പൂർണ്ണ അധികാരവും വഖഫ് ബോർഡുകൾക്ക് നൽകുന്ന 1995 വഖഫ് നിയമത്തിലാണ് ഭേദഗതി. 2013 UPA സർക്കാരിന്റെ കാലത്ത് ഭേദഗതി ചെയ്ത് നൽകിയ കൂടുതൽ അധികാരങ്ങൾ എടുത്തുകളയും. വഖഫ് കൗൺസിലിന്റെയും ബോർഡുകളുടെയും അധികാരം വെട്ടിക്കുറയ്ക്കുന്നതാണ് ബിൽ. വഖഫ് തർക്കങ്ങളിൽ വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്നതും നീക്കം ചെയ്തു. ഇതോടെ സ്വത്തുക്കൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവസാന വാക്ക് സർക്കാരിന്റേതാകും. ഏതു വ്യക്തിക്കും അവനവന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വഖഫ് ചെയ്യാമെന്ന വ്യവസ്ഥ മാറ്റി പുതിയ ബിൽ പ്രകാരം 5 വർഷമായി മതവിശ്വാസിയായ ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാനാവൂ. കുടുംബത്തിനായി വഖഫ് ചെയ്തത് വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകൾ അടക്കമുള്ള അനന്തരാവകാശികൾക്ക് പിൽക്കാലത്ത് അവകാശമുണ്ടാകുമെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. വാക്കാലുള്ള വഖഫ് ഇനി അംഗീകരിക്കില്ല. വഖഫിന്റെ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനായി പോർട്ടൽ നിലവിൽ വരുമെന്നും ബില്ലിലുണ്ട്. വഖഫ് കൗൺസിലിലും ബോർഡുകളിലും നിർണായക മാറ്റങ്ങളും ശുപാർശ ചെയ്യുന്നു. നിലവിൽ 1.5 ലക്ഷം കോടി രൂപയുടെ സ്വത്തുവകകളാണ് വഖഫ് ബോർഡിന് കീഴിലുള്ളത്. സൈന്യവും റെയിൽവേയും കഴിഞ്ഞാൽ രാജ്യത്ത് കൂടുതൽ ആസ്തിയുള്ളത് വഖഫ് ബോർഡുകൾക്കാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.